നമുക്കറിയാം, നമ്മൾ മലയാള മാസത്തിൽ ഒരു മാസമായിട്ടാണ് കർക്കിടകത്തെ പറയുന്നത്. ആയുർവേദത്തിൽ 6 ഋതുക്കളാണുള്ളത്. ശിശിരം, വസന്തം, ഗ്രീഷ്മം, വർഷം, ശരത്, ഹേമന്തം. ഇങ്ങനെ 6 ഋതുക്കളിലും പ്രത്യേക ചര്യകൾ ആയുർവേദം നിർദ്ദേശിക്കുന്നുണ്ട്. അതിൽ തന്നെ വർഷകാല ചര്യയാണ് നമ്മൾ കർക്കിടക ചികിത്സയായിട്ട് പറയുന്നത്. വർഷ ഋതു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, മഴ, തണുപ്പ്, ഈർപ്പൊക്കെ ഉള്ള ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ പകർച്ചവ്യാധികൾ കൂടുതലായിട്ട് കാണപ്പെടാം. അതുപോലെ തന്നെ ആയുർവേദത്തിൽ മഴക്കാലത്തെ ഭയങ്കര ബലം കുറഞ്ഞിട്ടുള്ളൊരു അല്ലെങ്കിൽ പ്രതിരോധശേഷി കുറഞ്ഞിട്ടുള്ള സമയമായിട്ടാണ് പറയുന്നത്. ഈ ഒരു സമയത്ത് നമ്മുടെ ശരീരത്തിൽ സംഭവിക്കുന്നത്, നമ്മൾ അഗ്നി ഭയങ്കര കുറഞ്ഞിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വിശപ്പില്ലായ്മ, ദഹനക്കേട്, നെഞ്ചിരിച്ചിൽ, അങ്ങനെ ഗ്യാസ്ട്രിക് ഇഷ്യൂസ് ഒക്കെ സംഭവിക്കാം. ത്രിദോഷങ്ങൾ, നമ്മുടെ വാദം, പിത്തം, കഫം, അതിൽ വാദം കൂടിയിരിക്കുന്ന ഒരു അവസ്ഥയായിരിക്കും ഉണ്ടാക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വാതരോഗങ്ങൾ കൂടുക, അസ്ഥിസന്ധിഗത രോഗങ്ങൾ കൂടുക, ന്യൂറോളജിക്കൽ ആയിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുക, ഇതൊക്കെ അനുഭവപ്പെടാം. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് നമുക്ക് കർക്കിടക ചികിത്സ ചെയ്യുന്നത് വളരെ നല്ലതാണ്. നമ്മളെ പ്രതിരോധ ശക്തി കൂട്ടുന്നതിന് വേണ്ടിയിട്ടും ബലം, ആരോഗ്യം ഒക്കെ കൂട്ടുന്നതിന് വേണ്ടിയിട്ടും ശരീരം ശുദ്ധീകരിക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ നമുക്ക് കർക്കിടക ചികിത്സ അഥവാ പഞ്ചകർമ്മ തെറാപ്പികളൊക്കെ ചെയ്യാവുന്ന സമയമാണ്.